നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യൻ ആളുകൾ ആഫ്രിക്കക്കാരെ പോലെയാണ് കാണപ്പെടുന്നതെന്ന് രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരൻ സാം പിത്രോഡയുടെ പരാമർശത്തിൽ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലായ്പ്പോഴും തമിഴ് ആത്മാഭിമാനം പറയുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് കോൺഗ്രസുമായുള്ള ബന്ധം വേർപെടുത്താൻ ധൈര്യമുണ്ടോ എന്ന് മോദി തുറന്നടിച്ചു. തമിഴ്നാട് സംസ്കാരത്തെക്കുറിച്ച് നിരന്തരം സംസാരിക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുണ്ട്. ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. തമിഴിന്റെ ആത്മാഭിമാനത്തിനായി DMK കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിക്കുമോ? അതിനുള്ള ധൈര്യമുണ്ടോ? കോൺഗ്രസിന്റെ അടുത്ത അനുയായിയും രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ഉപദേഷ്ടാവുമായ സാം പിത്രോഡ പറഞ്ഞത് എത്ര ലജ്ജാകരമാണെന്ന് വ്യക്തമാക്കിയ മോദി, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ ചൈനക്കാരെ പോലെയാണെന്ന് കോൺഗ്രസിന് തോന്നുന്നുണ്ടോ എന്ന് തുറന്നടിച്ചു. എങ്ങനെയാണ് ഒരു രാജ്യത്തിന് അത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം, ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും തുറന്നടിച്ചു. തമിഴ്നാട്ടിലെ പ്രാദേശിക പാർട്ടികളായ DMKയും AIDMKയും ഒക്കെ തമിഴ് പ്രാദേശികവാദം കത്തിച്ചു നിർത്തി രാഷ്ട്രീയം കളിക്കുന്നവരാണ്. തമിഴ്നാട്ടിലെ ജനങ്ങളെ വൈകാരികമായി ഇളക്കി വിട്ടുകൊണ്ട് തമിഴ് പ്രാദേശികവാദം പറഞ്ഞാണ് സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പാർട്ടികൾ തങ്ങളുടെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയ രീതിയിലുള്ള ഹിന്ദി വിരുദ്ധത അടക്കമുള്ള കാര്യങ്ങൾ തമിഴ് നേതാക്കൾ തങ്ങളുടെ പ്രചാരണങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ വലിയ അങ്ങേയറ്റം മോശമായ നിറത്തിന്റെ പേരിലുള്ള വംശീയ ആക്രമണമാണ് ഇപ്പോൾ കോൺഗ്രസ് ഉന്നത നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. തമിഴ്നാട്ടുകാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രദേശങ്ങളിലുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നുമുള്ള പരാമർശമാണ് ഗാന്ധി കുടുംബത്തിലെ സ്വന്തക്കാരൻ സാം പിത്രോഡ കഴിഞ്ഞ ദിവസം നടത്തിയത്. എന്നാൽ പരാമർശം നടത്തി ഇത്രയും സമയമായിട്ടും ഒരു വാക്കുപോലും മിണ്ടാതെ നിസ്സഹായമായ മൗനം വെച്ച് പുലർത്തുന്ന DMK നേതാവ് സ്റ്റാലിനെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി. തമിഴ്നാട് പ്രാദേശിക നേതാക്കളുടെ ഇരട്ടത്താപ്പ് പൊളിച്ചടുക്കിയിരിക്കുകയാണ് ഇതോടുകൂടി പ്രധാനമന്ത്രി. സ്റ്റാലിന്റെ തമിഴ് വാദമൊക്കെ വെറും അധികാരത്തിനു വേണ്ടിയുള്ളതാണെന്നും അധികാരത്തിനു വേണ്ടിയുള്ള സഖ്യമായതിനാൽ ഒരിക്കലും കോൺഗ്രസ് നേതാവിനെ സ്റ്റാലിൻ എതിർത്ത് പറയില്ലെന്നുള്ള സത്യം ഇതോടെ മോദിയുടെ പരാമർശത്തോടെ മറ നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.